തൻ്റെ സുഹൃത്തിനെ ട്യൂഷൻ പഠിപ്പിക്കാനാണെന്നുള്ള വ്യാജേന മറ്റൊരു ഉദ്ദേശത്തോടു കൂടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന നായകൻ. പിന്നീട് അവൻ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അന്നന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവനൊരു കഥയാക്കി അവൻ്റെ തന്നെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞ് 2012 റിലീസ് ചെയ്ത സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ എന്ന് പറഞ്ഞൊരു അധ്യാപകനായിരുന്നു. അവൻ്റെ ഭാര്യയായിട്ടുള്ള ജീനാണെങ്കിൽ ഒരു ആർട്ട് ഗാലറി മാനേജറൊക്കെ ആയിരുന്നു. ജർമ്മനാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി വായിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് ക്ലോഡ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അസൈൻമെൻറ്റ് കാണുന്നത്. ഇവനാണെങ്കിൽ ആ ക്ലോഡിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധപ്പെടും. കാരണം അവനാണെങ്കിൽ അവൻ്റെ സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങളായിരുന്നു എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ കഥ വായിക്കുമ്പോഴത്തേക്കിനും അവൻ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള റാഫിനെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി എന്നും അവൻ്റെ വീട്ടിൽ പോകുന്നായിരുന്നു. റാഫയ്ക്കാണെങ്കിൽ കണക്ക് നല്ല പാടായിരുന്നു. ഇവനാണെങ്കിൽ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പോകും. പക്ഷേ ഇവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് വെച്ചാൽ റാഫിനെ പഠിപ്പിക്കുന്നതല്ലായിരുന്നു, അവൻ്റെ അമ്മയായിട്ടുള്ള എസ്തറിനെ കാണാൻ വേണ്ടി. എസ്തറിനാണെങ്കിൽ ഏകദേശം 40 വയസ്സിന് കൂടി പ്രായം ഉണ്ടായിരുന്നു. നല്ല സുന്ദരി ഫിറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവൻ അവളോട് ഒരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ എന്നും റാഫയുടെ വീഴ്ചയിലെന്ന് അവനാണെങ്കിൽ ഇടയ്ക്ക് മനഃപൂർവ്വം അടുക്കള വശത്തോട്ടൊക്കെ പോകും. അവിടെയാണെങ്കിൽ എസ്തർ ഇങ്ങനെ മാഗസിനും വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ അവളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത്രയും ഭാഗം വായിച്ച് ജർമ്മനാണെങ്കിൽ അമ്പരന്ന് പോകും. കാരണം പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ കാണിക്കുന്നതെല്ലാം സ്വന്തമായിട്ട് ധൈര്യത്തോടുകൂടി തന്നെ കഥയാക്കി എഴുതി തോറുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ജർമ്മനാണെങ്കിൽ ഭാര്യയോട് പറയും ക്ലോഡിനാണെങ്കിൽ അത്യാവശ്യം കഥ എഴുതാൻ കഴിവുള്ളവനെ, അവനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കഥകൾ എഴുതാൻ പറ്റുമെന്ന്. പക്ഷേ ജീനാണെങ്കിൽ അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു. അവൾക്കൊരു പേടിയായിരുന്നു. അവളാണെങ്കിൽ ജർമ്മനോട് ചോദിക്കും ഇവൻ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അങ്ങനെ അടുത്ത ദിവസം ജർമ്മനാണെങ്കിൽ ക്ലോഡിനെ കാണുകയും അവൻ്റെ അസൈൻമെൻറ്റിനെ പ്രശംസിക്കുകയും ചെയ്യും. എന്നിട്ട് അതുപോലെ തന്നെ ഒരു വാണിംഗ് കൊടുക്കും, നീ ചെയ്യുന്നതൊക്കെ റാഫി അറിഞ്ഞിട്ടുണ്ടെന്ന പ്രശ്നത്തെപ്പറ്റി അറിയാവുന്നു. പക്ഷേ ക്ലോഡാണെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ്റെ അടുത്ത അസൈൻമെൻറ്റും കൂടെ കൊടുക്കും. അങ്ങനെ ജർമ്മനാണെങ്കിൽ ഇതിൻ്റെ ആകാംക്ഷ കാരണം അവനോടൊന്നും പറയത്തില്ല. അങ്ങനെ ഈ പ്രാവശ്യം ക്ലോഡ് എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ദിവസം റാഫിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ റാഫിയുടെ അച്ഛനും അമ്മയും കൂടെ ബാസ്കറ്റ് ബോൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അതൊരു ഫോൺ കോൾ വരുന്നതും അവൻ്റെ അച്ഛനാണെങ്കിൽ എന്തോ കേസിന് പുറത്തേക്ക് പോകുന്നതും. ഇപ്പോൾ ആ വീട്ടിലാണെങ്കിൽ ക്ലോഡ് എസ്തർ മാത്രമായിരുന്നു. അവനാണെങ്കിൽ അവളെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇരിക്കും. എന്നിട്ട് അവൻ മനസ്സിലാലോചിക്കും റാഫിയുടെ അച്ഛനാണെങ്കിൽ എന്നേക്കുമായിട്ട് ഇല്ലാതാവുമായിരുന്നെങ്കിൽ ഇവൻ്റെ വഴി എളുപ്പമായിരുന്നെന്ന്. ഇത് വായിച്ച് ജർമ്മനും ജീനും ആണെങ്കിൽ പെട്ടുപോകും. ക്ലോഡിൻ്റെ ഇപ്പോഴത്തെ സങ്കല്പങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പിടികിട്ടും. പിറ്റേ ദിവസം ജർമ്മനാണെങ്കിൽ കോളേജ് ചെന്ന ശേഷം ക്ലോഡിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. അന്നേരമാണ് പിടികിട്ടുന്നത് ക്ലോഡാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ പല പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയെന്നും പല പല സ്കൂളുകളിലാണ് ഇത്രയും കാലം പഠിച്ചു വന്നെന്നുമൊക്കെ. അവൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ലാത്തതിൻ്റെ പ്രശ്നം അവനുണ്ടെന്ന് പിടികിട്ടും. അങ്ങനെ ജർമ്മനാണെങ്കിൽ ചില നല്ല സാഹിത്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലോഡിന് കൊടുക്കും. എന്നിട്ട് പറയും ഇത് വായിച്ചു കഴിഞ്ഞാൽ നിൻ്റെ എഴുത്തിന് ഒരു ആഴമൊക്കെ കിട്ടുമെന്ന് പറയും. ക്ലോഡാണെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ മേടിച്ച ശേഷം അടുത്ത അസൈൻമെൻ്റ് ആണെങ്കിൽ ജർമ്മനി കൊടുക്കും. അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും വീണ്ടും ക്ലോഡ് എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ നൈസായിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇവിടെ എസ്തർ ആണെങ്കിൽ ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഇവ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എസ്തർ ആണെങ്കിൽ പെട്ടെന്ന് ക്ലോഡിനെ ശ്രദ്ധിക്കും. അവളാണെങ്കിൽ ഇവനോട് എന്താ ചോദിക്കുകയും ഇവനാണെങ്കിൽ കറക്റ്റ് അതിന് ഉത്തരം പറ്റാതെ പോലെ പതറി ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അങ്ങനെ എസ്തർ ആണെങ്കിൽ ഇവനോട് ഒരു സംശയം തോന്നിത്തുടങ്ങും. പിന്നീട് ക്ലോഡാണെങ്കിൽ എസ്തർ ഭർത്താവിനോട് പുതിയൊരു ട്യൂട്ടറെ വെക്കുന്നതിനെ പറ്റി പറയുന്നത് കേൾക്കും. ഇത് കേൾക്കുന്ന ക്ലോഡിനാണെങ്കിൽ പേടിയായി തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ക്ലോഡ് ജർമ്മനെ കാണും. ഈ പ്രാവശ്യം അസൈൻമെൻറ്റിന് പകരം ജർമ്മനോട് പുതിയൊരു ആവശ്യം പറയുമായിരുന്നു. ഇവന് വേണ്ടി ഇനി നടക്കാൻ പോകുന്ന മാത്സ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണെങ്കിൽ ചോർത്തി തരാമെന്ന് ചോദിക്കും. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ ആ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു കയറാൻ പറ്റത്തുള്ളെന്നും ഇല്ലെങ്കിൽ ഇവൻ്റെ ഈ കഥ എഴുതുന്നെല്ലാം അവസാനിപ്പിക്കുമെന്നും പറയും. ആദ്യം ജർമ്മനാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കത്തില്ലെന്ന് പറയും. പക്ഷേ ക്ലോഡിൻ്റെ ഇത്രയും കഥ എഴുതാനുള്ള കഴിവും അതുപോലെ തന്നെ വീണ്ടും ബാക്കി എന്നൊക്കെ സംഭവിച്ചെന്ന് ഇവൻ അറിയാനുള്ള ആകാംക്ഷയും കാരണം ജർമ്മനാണെങ്കിൽ ആ പരീക്ഷയുടെ ചോദ്യപേപ്പറാണെങ്കിൽ മോഷ്ടിച്ച് ക്ലോഡിന് കൈമാറും. അങ്ങനെ ഈ പരീക്ഷയിലാണെങ്കിൽ റാഫിക്ക് നല്ലൊരു മാർക്ക് കിട്ടും. അങ്ങനെ ആ സന്തോഷത്തിൽ ഫാമിലി എല്ലാം ആഘോഷിക്കുകയും ഈ ക്ലോഡിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നു പോവുകയും വീണ്ടും ക്ലോഡ് തന്നെ ട്യൂഷൻ എടുക്കുകയും ചെയ്യും. ക്ലോഡിനാണെങ്കിൽ വീണ്ടും വീണ്ടും എസ്തറിനോടുള്ള ഒരു ആസക്തി കൂടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ക്ലോഡാണെങ്കിൽ അടുത്ത അസൈൻമെൻ്റ് ആണെങ്കിൽ ജർമ്മനി കൈമാറും. അതിൽ അവൻ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രിയാണെങ്കിൽ ഒരുപാട് വൈകിപ്പോയതുകൊണ്ട് അവനോട് റാഫയുടെ വീട്ടിൽ തന്നെ കിടക്കാൻ എസ്തർ പറയുകയും അവന് വേണ്ടി ഒരു മുറി കാണിച്ചു കൊടുക്കുകയും ചെയ്തെന്നായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ശരിക്കും സന്തോഷമാവും. അതുപോലെ തന്നെ അവൻ രാത്രിയാണെങ്കിൽ എസ്തറിൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി തുടങ്ങും. ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ ജർമ്മനും ജീനും പേടിച്ച് വരുമായിരുന്നു. കാരണം റാഫയുടെ അച്ഛനങ്ങ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലോഡിനെ ജീവനോടെ വിടത്തില്ലെന്ന് അവർക്ക് അറിയായിരുന്നു. അങ്ങനെ അടുത്ത അവൻ്റെ അസൈൻമെൻറ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലാണെങ്കിൽ എസ്തറും ഭർത്താവും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായിരുന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എസ്തറുടെ ഭർത്താവാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ജോലിയിലെ സമ്മർദ്ദം കാരണം അവന് വലിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വഴക്കൊക്കെ ഉണ്ടാക്കിയ ശേഷം ഭർത്താവാണെങ്കിൽ വെളിയിലേക്ക് പോകും. ഈ അവസരം മുതലെടുത്ത് ക്ലോഡാണെങ്കിൽ പതിയെ എസ്തറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് പതിയെ അവളെ എഴുന്നേറ്റ് ചുംബിച്ചെന്നായിരുന്നു എഴുതിയത്. ജർമ്മനാണെങ്കിൽ അത് കേട്ടിട്ട് ഞെട്ടിപ്പോവും. ശരിക്കും ഇത് നടന്നത് തന്നെയാണോ അതോ സാങ്കല്പികമാണോ എന്നോർത്ത്. അതിനുശേഷം എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം റാഫ കാണുന്നുണ്ടായിരുന്നെന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇത് റാഫ ചോദ്യം ചെയ്യുകയും ഇവർ തമ്മിൽ വാക്കുതർക്കമായ ശേഷം ഇത് റാഫിനെ കൊന്നിട്ട് ഒളിപ്പിച്ചെന്നുമായിരുന്നു എഴുതിയിരുന്നത്. ഇതും കൂടെ കേട്ടതോടുകൂടി ജർമ്മനി ശരിക്കും പേടി തുടങ്ങും. ജർമ്മനാണെങ്കിൽ പിറ്റേ ദിവസം കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും റാഫയാണെങ്കിൽ വന്നിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ പേടിച്ച് ചെന്ന് റാഫയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കിനുമാണ് റാഫയാണെങ്കിൽ അസുഖമായിട്ട് വരാത്തതെന്ന് പിടികിട്ടുന്നത്. അങ്ങനെ അവനൊരു ആശ്വാസമാവും. അങ്ങനെ വീണ്ടും ജർമ്മനാണെങ്കിൽ ക്ലോഡിനോട് എന്ന് ചോദിക്കും, റാഫ മരിച്ചെന്ന് എന്തിനാ അങ്ങനെ അസൈൻമെൻറ്റിൽ എഴുതിയെന്ന്. അന്നേരമാണ് ക്ലോഡ് ചിരിച്ചുകൊണ്ട് പറയുന്നത് അത് കഥയ്ക്കൊരു ടിസ്റ്റ് കൊടുത്തതെന്ന്. എന്നാൽ ജർമ്മനാണെങ്കിൽ ഇപ്പോൾ ഭയം ശരിക്കും കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലോഡിൻ്റെ സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പേടിച്ച് ഇനി തൊട്ട് ക്ലോഡിനോട് കഥ എഴുതല്ലെന്ന് പറയും. പക്ഷേ ക്ലോഡാണെങ്കിൽ ശാന്തമായിട്ട് പറയും അവനിത് നിർത്താൻ കഴിയില്ല, ഇനി എഴുതുമെന്ന്. അങ്ങനെ ക്ലോഡിൻ്റെ അടുത്ത അസൈൻമെൻറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഫയ്ക്കാണെങ്കിൽ എവിടേക്കും ഇവൻ്റെ സ്വഭാവത്തിട്ട് സംശയം തോന്നിയെന്നും അതുകൊണ്ട് തന്നെ ക്ലോഡാണെങ്കിൽ നേരെ ചെന്ന് എസ്തറിനോട് ഉടനെ തന്നെ ഈ നഗരമൊക്കെ വിട്ട് പോകാമെന്ന് ചോദിച്ചെന്നുമായിരുന്നു. എന്നാൽ എസ്തർ ആണെങ്കിൽ അത് അപ്പം തന്നെ നിരസിക്കുമായിരുന്നു. കാരണം എസ്തർ പറയും ഇവരുടെ പ്രായം വലിയൊരു കുറവ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ശരിയാകത്തില്ലെന്ന്. അങ്ങനെ ഇതാണെങ്കിൽ ക്ലോഡിന് ശരിക്കും വിഷമമുണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ അവനാണെങ്കിൽ നേരെ ജർമ്മൻ്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നാൽ ജർമ്മൻ അവിടെ ഇല്ലായിരുന്നു. വാതിൽ തുറക്കുന്നത് ജർമ്മൻ്റെ ഭാര്യയായിട്ടുള്ള ജീനായിരുന്നു. അവൾ ജർമ്മൻ വീട്ടിലില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറയും ഇവനതൊക്കെ അറിയാം, അതുകൊണ്ടല്ലേ ഇവൻ വന്നതെന്ന് ചോദിക്കും. എന്നിട്ട് അവനാണെങ്കിൽ ജീനോട് പറയും ജർമ്മൻ സാറാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണം ഭാര്യയായിട്ടുള്ള ജീനാണെന്നൊക്കെ. അങ്ങനെ അവനാണെങ്കിൽ അവളുടെ മനസ്സ് മാറ്റാൻ തോന്നും. അങ്ങനെ ഇത് കണ്ട് ദേഷ്യം വന്ന ജീനാണെങ്കിൽ ഉടനെ തന്നെ ക്ലോഡുമായിട്ട് അടുക്കുകയും അവർ തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ വായിക്കുന്ന ജർമ്മനാണെങ്കിൽ ഞെട്ടിനിൽക്കും. അന്നേരമാണ് സ്കൂളിലെ പ്രിൻസിപ്പൾ ജർമ്മൻ ഓഫീസിലേക്ക് വിളിക്കുന്നത്. കാരണം ജർമ്മനാണെങ്കിൽ പേപ്പർ മോഷ്ടിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഉള്ള ജോലിയാണെങ്കിൽ പോകും. വീട്ടിൽ ഡിപ്രഷൻ അടിച്ചെത്തി അവനാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കിനും ക്ലോഡിൻ്റെ പുതിയ അസൈൻമെൻറ്റിൻ്റെ അത് ഏരിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ജീനെ വശീകരിച്ചുകൊണ്ട് തന്നെ ജർമ്മൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് തകർന്നു പോയെന്നായിരുന്നു. അങ്ങനെ ഇത് വായിച്ചോടുകൂടി ജർമ്മനാണെങ്കിൽ ദേഷ്യത്തോടെ ജീനുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ അവനാണെങ്കിൽ ക്ലോഡിനെ നേരിട്ട് കാണാൻ ചെന്നിട്ട് അവനോട് ചോദിക്കും എന്തിനും ഇതെല്ലാം ചെയ്തെന്ന് ചോദിക്കും. അന്നേരമാണ് ക്ലോഡ് പറയുന്നത് ഇതൊക്കെ അവൻ്റെ ഒരു കഥയുടെ ഭാഗമല്ലേ എന്ന്, അവൻ വെറും ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന്. അന്നേരമാണ് ജർമ്മനെ പിടികിട്ടി തുടങ്ങിയത് ക്ലോഡിൻ്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു സാങ്കല്പികം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതം നിയന്ത്രിക്കാൻ പറ്റുന്ന അപകടകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അങ്ങനെ സിനിമയുടെ ഏറ്റവും അവസാനം ജർമ്മനും ക്ലോഡും കൂടെ ഒരു പാർക്കിലിരിക്കുന്നതായിട്ട് കാണിക്കും. കഥ വായിച്ചുകൊണ്ട് തന്നെ ജർമ്മനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടിരിക്കുമായിരുന്നു. എന്നാൽ കഥ എഴുതിക്കൊണ്ടിരുന്ന ക്ലോഡാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കും. അങ്ങനെ അവനാണെങ്കിൽ ജർമ്മനോട് പറയും ഓരോ റൂമിനും ഓരോ വീടിനും ഓരോ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവർ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.